നമസ്കാരം. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുകയുള്ളൂ. അതെന്റെ മിടുക്ക്. പറ്റിക്കാനായി നിങ്ങൾ നിന്നു തരുന്നത് എന്തിനാണ്? വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കാർത്തിക പ്രദീപ് പണം തിരികെ ആവശ്യപ്പെട്ടവരോട് ചോദിച്ചതാണിത്. എത്ര പറ്റിക്കപ്പെട്ടാലും പാഠം പഠിക്കാത്ത മലയാളികളുടെ മുമ്പിൽ തട്ടിപ്പിന്റെ പുതിയ അധ്യായങ്ങളാണ് കാർത്തികയുടെ അറസ്റ്റോടെ എഴുതി ചേർക്കപ്പെടുന്നത്. യുക്രൈനിൽ നിന്ന് മെഡിക്കൽ ബിരുദം, ഇൻസ്റ്റാഗ്രാം താരം എന്നിങ്ങനെ പല ലേബലുകൾ ഉപയോഗിച്ചാണ് കാർത്തിക ഇരകളെ വലയിലാക്കിയിരുന്നത്. കൊച്ചി പുല്ലേപ്പടിക്ക് സമീപത്തെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമയായ പത്തനംതിട്ട സ്വദേശിനി കാർത്തിക പ്രദീപിന്റെ തട്ടിപ്പുകൾ പുറത്തു വന്നതിലും വ്യാപ്തി ഏറിയതാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കാർത്തികയുടെ അറസ്റ്റോടെ പോലീസിന് മുമ്പിൽ പരാതി പ്രളയമാണ്. അതിനിടെ കാർത്തികയ്ക്ക് കൊട്ടേഷൻ ബന്ധവുമുണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം കടക്കുന്നത്. സ്വാഗതം. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ കൊച്ചിയിലെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സിഇഒ കാർത്തിക പ്രദീപിനെതിരെ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. തട്ടിപ്പിലൂടെ ലഭിച്ച പണം കാർത്തിക ലഹരി ഇടപാടുകൾക്ക് ഉപയോഗിച്ചു എന്നാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. ഇവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 30-ലേറെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിൽ കാർത്തികയുടെ ഭർത്താവിനും പങ്കുണ്ട് എന്നാണ് പോലീസിന്റെ സംശയം. ഇയാളെയും കസ്റ്റഡിയിലെടുത്തേക്കും. കാർത്തികയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നും പോലീസ് പ്രതീക്ഷിക്കുന്നു. കൊച്ചിയിൽ വനിതാ ഡോക്ടർ പ്രതിയായ തട്ടിപ്പിൽ തട്ടിയെടുത്ത പണം ലഹരി ഇടപാടുകൾക്കായി ഉപയോഗപ്പെടുത്തിയെന്നാണ് വിവരം. ഇക്കാര്യം ഉറപ്പാക്കാനായി കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ് അന്വേഷണ സംഘം. കൊച്ചിയിലെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് നിലവിൽ 30-ലധികം പരാതികളാണുള്ളത്. പത്തനംതിട്ട സ്വദേശിയായ കാർത്തികയ്ക്കെതിരെ ഒട്ടുമിക്ക ജില്ലകളിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലണ്ടനിൽ സൂപ്പർ മാർക്കറ്റിൽ 7 ദിവസം കൊണ്ട് ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് നിരവധി പേരുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തു. കാർത്തിക വിദേശത്ത് MBBS പഠനം പൂർത്തീകരിച്ചതായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കാർത്തിക പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ മലയാളി വിദ്യാർത്ഥിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയതായി പരാതിയുണ്ട്. ഈ കേസിൽ കുടുങ്ങിയതോടെ കാർത്തികയ്ക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു എന്നും വിവരമുണ്ട്. അങ്ങനെ കേരളത്തിലെത്തിയ കാർത്തിക കൊച്ചിയിലെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആരംഭിച്ച് തട്ടിപ്പ് തുടരുകയായിരുന്നു. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് കാർത്തിക 3 കോടി രൂപയോളം തട്ടിയെടുത്തത്. ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്നും പോലീസ് കണ്ടെത്തി. മാത്രമല്ല, വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ആവശ്യമായ ലൈസൻസ് കാർത്തികയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ഇല്ലെന്ന് വിദേശ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രേഷൻസും വ്യക്തമാക്കി. തട്ടിപ്പിൽ ഭർത്താവിനും പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഭർത്താവിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. തൊഴിൽ തട്ടിപ്പ് കേസ് പ്രതി കാർത്തിക പ്രദീപ് പണം തിരികെ ചോദിച്ചവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിന് തെളിവുകൾ ലഭിച്ചു. കാർത്തിക പ്രദീപിന്റേതെന്ന് കരുതുന്ന ശബ്ദ സന്ദേശം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അറസ്റ്റിന് തൊട്ടു മുൻപുള്ള ഫോൺ കോളാണ് ഇതെന്ന് പോലീസ് കരുതുന്നു. തട്ടിപ്പ് ചോദ്യം ചെയ്തവരോട് രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് കാർത്തികയുടെ പ്രതികരണം. കാർത്തികയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത പോലീസ് കോൾ രേഖകൾ വിശദമായി പരിശോധിക്കുകയാണ്. കാപ്പ കേസ് പ്രതികളെ ഉപയോഗിച്ചാണ് കാർത്തിക പല ഇടപാടുകാരെയും ഭീഷണിപ്പെടുത്തിയിരുന്നതെന്ന് പോലീസ് പറയും. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എനിക്ക് പറ്റിച്ച് ജീവിക്കാൻ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുകയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായി നിങ്ങൾ നിന്നു തരുന്നത് എന്തിനാണ്? പണം തിരികെ ചോദിച്ചയാളോട് കാർത്തിക പ്രദീപ് പറഞ്ഞ വാക്കുകളാണിത്. മേലാൽ മെസ്സേജ് അയക്കരുതെന്നും ഭീഷണിയുടെ സ്വരത്തിൽ യുവതി പറയുന്നു. ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തേ താൻ കൂടുന്നുണ്ടോ?
ആയോ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിൽക്കരുത് കേട്ടോ. ഇത്രയും നാളെ ഞാൻ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മെക്കട്ടോട്ട് ആവശ്യമില്ലാത്ത കോണയും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഏതവനാണെങ്കിലും പറയാനുള്ളത് ഇനി അണ്ണാക്കിൽ അടിച്ച് ഞാൻ തരും. ജോലി കിട്ടാതായതോടെ പണം തിരികെ ചോദിച്ചവരെയാണ് കാർത്തിക ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി കൊട്ടേഷൻ സംഘങ്ങളെയും കാപ്പ കേസ് പ്രതികളെയും ഉപയോഗിച്ചിരുന്നതായാണ് പോലീസ് നൽകുന്ന വിവരം. അതിനാൽ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ട സ്വദേശിനിയും കൊച്ചി പുല്ലേപ്പടിക്ക് സമീപത്തെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമയുമായ കാർത്തിക പ്രദീപിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് സ്ത്രീകളടക്കം നിരവധി പേരിൽ നിന്ന് യുവതി പണം തട്ടിയെന്നാണ് പരാതി. ഡോക്ടറാണെന്ന് അവകാശപ്പെട്ടാണ് കാർത്തിക പ്രദീപ് പരിചയം സ്ഥാപിച്ചിരിക്കുന്നത്. ജോലി വാഗ്ദാനങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിലൂടെയും പാതയോരങ്ങളിൽ വലിയ ബോർഡുകൾ സ്ഥാപിച്ചും പരസ്യം ചെയ്തിരുന്നു. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയാണ് പ്രതി ചെയ്തതെന്നും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിലും സജീവമായിരുന്നു കാർത്തിക. ഇവർക്ക് ഇൻസ്റ്റഗ്രാമിൽ 13,000-ഓളം ഫോളോവേഴ്സുമുണ്ട്. മിക്ക ദിവസവും ഇൻസ്റ്റഗ്രാമിൽ പുതിയ ചിത്രങ്ങളും റീൽസുകളും ഇവർ പോസ്റ്റ് ചെയ്തിരുന്നു. സാമ്പത്തിക തട്ടിപ്പിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ കാർത്തികയെ കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് നിന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷന് പുറമെ കോഴിക്കോട്, വടകര, തൃശൂർ എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലും യുവതിക്കെതിരെ കേസുകളുണ്ട്. കാർത്തിക പിടിയിലായ വാർത്ത പുറത്തുവന്നതോടെ ഇവർക്കെതിരെ കൂടുതൽ പേർ പരാതികളുമായി രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പണത്തിന് മുൻപിൽ സ്വന്തം ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത കാലമാണിത്. തിരുവനന്തപുരം അമ്പൂരിയിൽ അച്ഛൻ മകന്റെ ജീവനെടുത്തത് വസ്തുതർക്കത്തെ തുടർന്നാണ്. കുന്നത്തുമല സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് ശേഷം മനോജിന്റെ അച്ഛൻ വിജയൻ കീഴടങ്ങി. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയും. അമ്പൂരി കാരിക്കുടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കുന്നത്തുമല സ്വദേശിയും 28-കാരനുമായ മനോജിനെയാണ് അച്ഛൻ വിജയൻ കുത്തിക്കൊന്നത്. വസ്തുതർക്കത്തെ തുടർന്നുള്ള കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണം. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. വാക്കേറ്റത്തെ തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന കറിക്കത്തി കൊണ്ടാണ് വിജയൻ മകന്റെ നെഞ്ചിൽ കുത്തിയത്. മനോജ് സംഭവസ്ഥലത്ത് തന്നെ രക്തം വാർന്നു മരിച്ചു. വനമേഖലയിലാണ് ഇവരുടെ വീടെന്നതിനാൽ സംഭവം പുറത്തറിയാൻ വൈകി. പിന്നീട് വിജയൻ സമീപത്തെ വനംവകുപ്പിന്റെ ക്വാർട്ടേഴ്സിലെത്തി പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. പ്രതിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നെയ്യാർ ഡാം പോലീസിന് കൈമാറി. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വസ്തുതർക്കത്തിന്റെ പേരിൽ ഇരുവരും മുൻപും വഴക്ക് പതിവായിരുന്നെന്നാണ് വിവരം. സംഭവ സമയത്ത് വിജയന്റെ ഭാര്യയും മറ്റൊരു മകനും വീട്ടിലുണ്ടായിരുന്നു. ന്യൂസ് 18 പാറശാല. അട്ടപ്പാടിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ജാർഖണ്ഡ് സ്വദേശിയായ രവിയാണ് കൊല്ലപ്പെട്ടത്. തല അറുത്തുമാറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. പ്രതിയെന്ന് കരുതുന്ന അസം സ്വദേശി നൂറിൻ ഇസ്ലാം ഒളിവിലാണ്. സ്വകാര്യ തോട്ടം തൊഴിലാളികളായ ഇരുവരും തർക്കത്തിനിടെ പരസ്പരം ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം. ആയിഷത്തുൽ സന്ന നൽകും വിവരങ്ങൾ. പാലക്കാട് അട്ടപ്പാടി കണ്ടിയൂരിലാണ് അതിക്രൂരമായ നാടിനെ നടുക്കിയ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അതിഥി തൊഴിലാളികൾ തമ്മിലുള്ള തർക്കമാണ് ഒരു ക്രൂര കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അട്ടപ്പാടി റാവുട്ടാൻകല്ലിലെ സ്വകാര്യ തോട്ടത്തിലെ ജോലിക്കാരനാണ് കൊല്ലപ്പെട്ട രവി ജാർഖണ്ഡ് സ്വദേശിയാണ്. ഈ പ്രതി എന്ന് കരുതപ്പെടുന്ന ഇസ്ലാം, ഇയാൾ അസം സ്വദേശിയാണ്.
ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നീട് അത് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് നടന്നത്. ഈ കൊല്ലപ്പെട്ട രവിയുടെ മൃതദേഹം തല അറുത്തുമാറ്റിയ അവസ്ഥയിലാണ് കണ്ടെത്തുന്നത്. പിന്നീട് ഉടൻ തന്നെ അഗളി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിക്കുകയായിരുന്നു. ഈ മൃതദേഹം കഴുത്ത് അറുത്തുമാറ്റിയ അവസ്ഥയിൽ കണ്ടെത്തുന്നു. അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് പാലക്കാട് അട്ടപ്പാടിയിൽ സംഭവിച്ചത്. അതിഥി തൊഴിലാളികൾ തമ്മിലുള്ള തർക്കം പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. തിരുവനന്തപുരം കരമനയിൽ അമ്മയും മകനും മാത്രം താമസിക്കുന്ന വീടിന് നേരെ ലഹരി സംഘം ആക്രമണം നടത്തിയതായി പരാതി. കരമന സ്വദേശി സൈനബ, മകൻ നുബുഖാൻ എന്നിവർ താമസിക്കുന്ന വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. മർദ്ദനത്തിൽ സൈനബയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഏപ്രിൽ 30 രാത്രി 9 മണിയോടെയാണ് സംഭവം. പ്രദേശത്തെ ലഹരി സംഘങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് കൈമാറിയതാണ് ആക്രമണത്തിന് കാരണമെന്നും ഏറെക്കാലമായി സാമൂഹ്യവിരുദ്ധരുടെ ശല്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും നുബുഖാൻ കരമന പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. 4 പേരടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി. വീടിന്റെ വാതിലും ജനാലയും CCTVയും ടിവിയും സംഘം തല്ലി തകർത്തു. നുബുഖാനും മാതാവ് സൈനബയ്ക്കും മർദ്ദനമേറ്റു. സൈനബയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കുടുംബം നൽകിയ പരാതിയിൽ കരമന പോലീസ് കേസെടുത്തു. അതേസമയം വണ്ടിയിടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം അടുത്തിടെ ഉണ്ടായിരുന്നെന്നും ഇതിന്റെ ഭാഗമായുള്ള സംഭവവികാസങ്ങളാണോ പിന്നിലെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കരമന. KSRTC നെടുമങ്ങാട് ഡിപ്പോയിൽ സ്വിഫ്റ്റ് കമ്പനി കരാർ ഡ്രൈവർമാർ ചേർന്ന് കോർപ്പറേഷൻ ഡ്രൈവറെ മർദ്ദിച്ചുവെന്ന് പരാതി. പരിക്കേറ്റ ഡ്രൈവർ S നസീറിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ സൂപ്പർഫാസ്റ്റിലെ ജീവനക്കാരായ V വിപിൻ, സൂരജ് SL കുറുപ്പ് എന്നിവർക്കെതിരെയാണ് പരാതി. അതേസമയം നസീറാണ് മർദ്ദിച്ചതെന്ന് വിപിനും സൂരജും പറയുന്നു. ഇരു കൂട്ടരുടെയും പരാതിയിൽ പോലീസ് കേസെടുത്തു. KSRTC നെടുമങ്ങാട് ഡിപ്പോയിൽ ശനിയാഴ്ചയാണ് സംഭവം. തൃശൂർ സൂപ്പർഫാസ്റ്റിലെ ഡ്രൈവർ കം കണ്ടക്ടർമാരായ V വിപിൻ, സൂരജ് SL കുറുപ്പ് എന്നിവരാണ് തന്നെ മർദ്ദിച്ചതെന്ന് KSRTC ഡ്രൈവർ നസീർ ATOയ്ക്കും പോലീസിനും നൽകിയ പരാതിയിൽ പറയുന്നു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ തെളിവായി നൽകിയിട്ടുണ്ട്. സർവീസിനെ സ്വിഫ്റ്റ് ബസ് ഇല്ലാത്തതിനാൽ KSRTCയുടെ സൂപ്പർഫാസ്റ്റാണ് അനുവദിച്ചിരുന്നത്. ഡ്യൂട്ടി തുടങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടും വിപിനും സൂരജും തയ്യാറാകാത്ത സാഹചര്യത്തിൽ സർവീസ് മുടക്കം ഒഴിവാക്കാൻ KSRTCയിലെ 2 ജീവനക്കാരെ ഡിപ്പോ അധികൃതർ വിളിച്ചു വരുത്തുകയായിരുന്നു. ഷണ്ടിംഗ് ഡ്രൈവറുടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നസീർ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറുടെ നിർദ്ദേശമനുസരിച്ച് സർവീസിനുള്ള ബസ്സിൽ ഡീസൽ നിറയ്ക്കവെയാണ് മർദ്ദനമുണ്ടായത്. ഡ്യൂട്ടിക്ക് പോകുന്നത് ആരാണെന്ന് ചോദിച്ചെത്തിയ വിപിൻ നസീറിനെ അസഭ്യം പറയുകയും വലതു ചെവിയുടെ പിൻഭാഗത്ത് മുഷ്ടി ചുരുട്ടി ഇടിക്കുകയും ചെയ്തെന്നാണ് പരാതി. മർദ്ദിക്കാൻ സൂരജ് സഹായിച്ചെന്നും മൊബൈൽ ഫോൺ നശിപ്പിച്ചതായും നസീറിന്റെ പരാതിയിലുണ്ട്. നസീറിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം നസീർ തങ്ങളെ മർദ്ദിച്ചെന്നാണ് വിപിനും സൂരജും പറയുന്നത്. ഇരുവരും നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തെ തുടർന്ന് ദീർഘദൂര സർവീസ് പുറപ്പെടാൻ വൈകിയിരുന്നു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാക്കുമെന്ന് KSRTC അധികൃതർ വ്യക്തമാക്കി. 3 സ്വിഫ്റ്റ് ബസ്സുകളും 11 ജീവനക്കാരുമാണ് നെടുമങ്ങാടുള്ളത്. സ്വിഫ്റ്റ് ബസ്സുകളുടെ കുറവ് കാരണം കോർപ്പറേഷൻ ബസ്സുകളാണ് മിക്കപ്പോഴും ദീർഘദൂര സർവീസിന് ഉൾപ്പെടെ അയക്കാറുള്ളതെന്ന് DTO പറഞ്ഞു. ന്യൂസ് 18 നെടുമങ്ങാട്. കാസർഗോഡ് ബേടകത്തെ ദമ്പതിമാരായ അധ്യാപകരെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സഹോദരങ്ങളായ പ്രതികൾ പിടിയിലായി. മുന്നാട് സ്വദേശികളായിട്ടുള്ള ജിഷ്ണു സുരേഷ്, സഹോദരൻ വിഷ്ണു സുരേഷ് എന്നിവരാണ് കന്യാകുമാരിയിൽ നിന്ന് പോലീസിന്റെ പിടിയിലായത്. സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇവരെ തടയാൻ ശ്രമിച്ച പ്രദേശവാസിയെയും പോലീസുകാരനെയും പ്രതികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു.
ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാഞ്ഞിരിത്തുങ്കാൽ പുറത്തുകുണ്ടിൽ അധ്യാപക ദമ്പതിമാരെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. മുന്നാട് അരിച്ചപ്പ് പൊളിക്കാൽ ഹൗസിലെ ജിഷ്ണു സുരേഷ് എന്ന ജിത്തു, സഹോദരൻ വിഷ്ണു സുരേഷ് എന്നിവരെയാണ് കന്യാകുമാരിയിലെ ഒരു ലോഡ്ജിൽ നിന്നും ബേക്കൽ ഡിവൈഎസ്പിയുടെ പ്രത്യേക സംഘം പിടികൂടിയത്. ഇവർ രാത്രി അധ്യാപക ദമ്പതിമാരുടെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പ്രതികളെ തടയാൻ ശ്രമിച്ച പ്രദേശവാസിയായ സതീശനെ ഇവർ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇതിനിടയിൽ സ്ഥലത്തെത്തിയ പോലീസിനെയും ആക്രമിച്ചു. വാൾ വീശിയാണ് പ്രതികൾ പോലീസിനെ പിന്തിരിപ്പിച്ചത്. ഇതിനിടെ ഒരു പോലീസുകാരനും പരിക്കേറ്റു. ആക്രമികളിൽ ഒരാൾ അടിവസ്ത്രം മാത്രവും മറ്റൊരാൾ പാൻസുമാണ് ധരിച്ചിരുന്നത്. സംഭവത്തിന് ശേഷം പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. സൈബർ പോലീസിന്റെ സഹായത്തോടെ ആക്രമികളെ കണ്ടെത്താൻ പോലീസ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. ആദ്യ ദിവസം സംഭവ സ്ഥലത്തിനടുത്ത് കാട്ടിനുള്ളിൽ ഇവരുടെ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു. പിന്നീട് ഇവരെ കർണാടകയിലെ സുള്ളിയിൽ കണ്ടതായി പ്രചാരണമുണ്ടായി. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചതിനെ തുടർന്നാണ് ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘം കന്യാകുമാരിയിൽ നിന്ന് പ്രതികളെ പിടികൂടിയത്. പ്രതികൾക്കെതിരെ ബേഡകം പോലീസ് വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അസഭ്യം പറയൽ, സ്വത്ത് നശിപ്പിക്കൽ, ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കൽ, കൂട്ടം കൂടിയുള്ള ക്രിമിനൽ പ്രവർത്തനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. കൃത്യത്തിന് ഉപയോഗിച്ച വാൾ സമീപത്തെ സ്കൂൾ പരിസരത്തു നിന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് അഡ്മിറ്റ് കാർഡ് വ്യാജമായി നിർമ്മിച്ചെത്തിയെന്ന സംശയത്തെ തുടർന്ന് വിദ്യാർത്ഥി പോലീസിന്റെ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം പാറശാല സ്വദേശിയായുള്ള വിദ്യാർത്ഥിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അഡ്മിറ്റ് കാർഡിലെ പേരും വിലാസവും പരീക്ഷാ സെന്ററും അടക്കം വ്യത്യാസം വന്നതിനാൽ പരീക്ഷാ കോർഡിനേറ്ററുടെ പരാതിയിലാണ് വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തത്. അഡ്മിറ്റ് കാർഡ് ലഭിച്ച പാറശാലയിലെ അക്ഷയ കേന്ദ്രത്തിലും പോലീസ് പരിശോധന നടത്തി. കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ കാര്യങ്ങളിൽ വ്യക്തത വരൂവെന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം പാറശാല സ്വദേശി ജിത്തുവാണ് പത്തനംതിട്ട പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. പത്തനംതിട്ട തൈക്കാവ് ഗവൺമെന്റ് GSSൽ നീറ്റ് പരീക്ഷ എഴുതാനാണ് ജിത്തു എത്തിയത്. അഡ്മിറ്റ് കാർഡിന്റെ മുകൾ ഭാഗത്ത് ജിത്തുവിന്റെ പേര്, മാതാവിന്റെ പേര്, ജനന തീയതി എന്നിവ ഉണ്ടായിരുന്നെങ്കിലും ഡിക്ലറേഷൻ ഭാഗത്ത് തിരുവനന്തപുരം മുള്ളുവിള സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പേരും അഡ്രസ്സുമാണുള്ളത്. ഇതാണ് സംശയമുണ്ടാകാൻ കാരണം. ആദ്യത്തെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യന്റെ പേര്, ഇപ്പോഴത്തെ നമ്മൾ ഈ ജിത്തു എന്ന് പറഞ്ഞ പയ്യന്റെ പേര്, അതിന്റെ സെൽഫ് ഡിക്ലറേഷനിൽ അഭിറാം എന്ന് പറയുന്ന പയ്യന്റെ പേര്. പക്ഷേ നമ്മൾ ആ ഹാൾ ടിക്കറ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ അത് അഭിറാമിന്റെ ഹാൾ ടിക്കറ്റാണ്. ആ അഭിറാമിന്റെ ഹാൾ ടിക്കറ്റിലാണ് ഈ മാൽ പ്രാക്ടീസ് നടത്തുന്നത്. ക്ലറിക്കൽ പിഴവാണെന്ന് കരുതി ആദ്യം ജിത്തുവിനെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു. പിന്നീട് വൈകിട്ട് 3 മണിയോടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ മഹേഷിന്റെ നിർദ്ദേശപ്രകാരം ജിത്തുവിനെ പരീക്ഷ എഴുതുന്നതിൽ നിന്നും വിലക്കി. തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് ജിത്തുവിന് അഡ്മിറ്റ് കാർഡ് ലഭിച്ചത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. നിലവിലുള്ള സാഹചര്യത്തിൽ അഡ്മിറ്റ് കാർഡ് വ്യാജമായി നിർമ്മിച്ചുവെന്ന നിഗമനത്തിലാണ് പരീക്ഷാ നടത്തിപ്പുകാരും പോലീസും. വിശദമായി ജിത്തുവിനെ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം തിരുവനന്തപുരം മുള്ളുവിള സ്വദേശിയായ വിദ്യാർത്ഥി പരീക്ഷ എഴുതുകയും ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. കൊച്ചിയിലെ ബിൽഡിംഗ് പെർമിറ്റ് കൈക്കൂലി കേസിൽ നിർണായക നീക്കങ്ങളുമായി വിജിലൻസ്. കൂടുതൽ കൈക്കൂലിക്കാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയുടെ സ്വത്ത് വിവരങ്ങളിൽ വിജിലൻസിന്റെ പരിശോധന തുടരുകയാണ്. കൈക്കൂലി പണം ഉപയോഗിച്ച് സ്വപ്ന വീടും സ്ഥലവും വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കൈക്കൂലിയായി ലഭിച്ച പണം കൊണ്ട് സ്വപ്ന തൃശൂരിലും കൊച്ചിയിലും വീടും സ്ഥലവും വാങ്ങിയതായാണ് വിജിലൻസ് പറയുന്നത്. കാറും വാങ്ങിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്വപ്ന വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് വിജിലൻസ്.
സ്വത്ത് വിവരത്തിൽ വ്യക്തത വരുത്താനുള്ള കൂടുതൽ പരിശോധനകൾ തുടരുകയാണ്. അതേസമയം ഓഫീസിലെ മിക്ക ഉദ്യോഗസ്ഥരും കൈക്കൂലിക്കാരാണെന്നും കുറഞ്ഞ നിരക്ക് വാങ്ങിയിരുന്നത് താനാണെന്നുമാണ് സ്വപ്ന നൽകിയ മൊഴി. ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും കൈക്കൂലിക്കാരാണ്. ബിൽഡിംഗ് ഇൻസ്പെക്ടർമാർ കൂട്ടമായി കൈക്കൂലി വാങ്ങി വീതം വെക്കാറുണ്ടെന്നും കൈക്കൂലിക്ക് കൊച്ചി കോർപ്പറേഷനിൽ ഓരോന്നിനും പ്രത്യേക നിരക്ക് നിലവിലുണ്ടെന്നും സ്വപ്ന നൽകിയ മൊഴിയിൽ പറയുന്നു. എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി സ്ഥാപന ഉടമയിൽ നിന്ന് 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് കൊച്ചി കോർപ്പറേഷനിലെ വനിതാ ഓവർസിയർ തൃശൂർ മണ്ണുത്തി പൊള്ളന്നൂർ സ്വദേശിനി സ്വപ്നയെ വിജിലൻസ് പിടികൂടിയത്. സമീപകാലത്ത് സ്വപ്ന അനുവദിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെ പൂർണ്ണ വിവരം ശേഖരിക്കുകയാണ് വിജിലൻസ് സംഘത്തിന്റെ ലക്ഷ്യം. അഴിമതിക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് സ്വപ്നയെന്നാണ് വിജിലൻസ് SP വ്യക്തമാക്കിയത്. ഏറെക്കാലമായി ഇവർ വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി എറണാകുളം മധ്യമേഖലാ വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലാണ് സ്വപ്ന കുടുങ്ങിയത്. ന്യൂസ് 18 കൊച്ചി. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് കൊല്ലത്ത് പിടിയിലായി. കല്ലമ്പലം സ്വദേശി 20 വയസ്സുള്ള ആദിത്യനെയാണ് പോക്സോ നിയമപ്രകാരം പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ 2023 മുതൽ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പ്രതി പീഡിപ്പിച്ചെന്നാണ് പരാതി. അടുത്തിടെ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു. പോലീസും നാട്ടുകാരും നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ആദിത്യന്റെ കല്ലമ്പലത്തെ വീടിന് സമീപം പെൺകുട്ടിയെ കണ്ടെത്തി. വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചെങ്കിലും പെൺകുട്ടി പോകാൻ തയ്യാറായില്ലെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിക്കുകയും പെൺകുട്ടിയെ കൊല്ലത്തെ സ്നേഹതീരം കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. കൗൺസിലിംഗിനിടയിലാണ് പെൺകുട്ടി പീഡനത്തിനിരയായ വിവരം പുറത്തു പറയുന്നത്. ചൈൽഡ് ലൈൻ പ്രവർത്തകർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൂയപ്പള്ളി പോലീസ് കേസെടുത്തത്. തുടർന്ന് പോക്സോ നിയമപ്രകാരം പ്രതി ആദിത്യനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണം കേരളത്തെ നടുക്കിയ സംഭവമാണ്. ആൺസുഹൃത്തിന്റെ പീഡനം സഹിക്കാനാവാതെ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതോടെ ചികിത്സ ലഭ്യമാക്കാൻ പോലും തയ്യാറാകാത്ത യുവാവ് കടന്നുകളയുകയായിരുന്നു. ഈ കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രവും സമർപ്പിച്ചു. ആൺസുഹൃത്ത് തലയോലപ്പറമ്പ് സ്വദേശി അനൂപാണ് കേസിലെ ഏക പ്രതി. കുറ്റകരമായിട്ടുള്ള നരഹത്യ, ബലാത്സംഗം, ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് അനൂപ് പെൺകുട്ടിയെ മർദ്ദിച്ചത്. തുടർന്ന് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അനൂപ് തന്നെ പെൺകുട്ടി തൂങ്ങിയ കയർ അറുത്ത് താഴെ ഇറക്കിയെങ്കിലും മരിച്ചെന്ന് കരുതി ആശുപത്രിയിൽ കൊണ്ടുപോകാതെ കടന്നു കളഞ്ഞു. സമയത്ത് ചികിത്സ ലഭ്യമായിരുന്നെങ്കിൽ പെൺകുട്ടി രക്ഷപ്പെടുമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പെൺകുട്ടി ലൈംഗിക അതിക്രമം നേരിട്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതിന്റെയും മടങ്ങിയതിന്റെയും CCTV ദൃശ്യങ്ങളും ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളുമാണ് കേസിൽ നിർണായകമായത്. കേസുമായി ബന്ധപ്പെട്ട് 150ഓളം പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനൂപ് പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക, ബെൽറ്റ് എന്നിവ പോലീസ് കണ്ടെത്തിയിരുന്നു. ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് 120ഓളം പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത് 3-ാം മാസമാണ് ചോറ്റാനിക്കര SHO മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരി 26-നാണ് പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ വീടിനുള്ളിൽ ഉറുമ്പരിച്ച നിലയിൽ ബന്ധുക്കൾ കണ്ടെത്തിയത്. തലയിലും മുഖത്തും ഗുരുതരമായി മുറിവേറ്റിരുന്നു. കഴുത്തിൽ കയർ മുറിയ പാടുകളും ഉണ്ടായിരുന്നു. അനൂപിന്റെ ആക്രമണത്തിന് പിന്നാലെ ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടി 2 ദിവസത്തിനു ശേഷം ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ന്യൂസ് 18 കൊച്ചി.
ഹൈദരാബാദിൽ 17-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസിൽ യുവതി അറസ്റ്റിലായി. പ്രതിയും പീഡനത്തിനിരയായ 17-കാരനും കുടുംബവും ഒരേ കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത്. സംഭവത്തിൽ പോക്സോ നിയമപ്രകാരം കേസെടുത്താണ് പോലീസ് 28 വയസ്സുകാരിയെ അറസ്റ്റ് ചെയ്തത്. ആൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് അറസ്റ്റ്. ഹൈദരാബാദ് ജൂബിലി ഹിൽസിലെ വീട്ടിൽ ജോലിക്കാരിയാണ് അറസ്റ്റിലായ യുവതി. ഇതേ വീട്ടിലെ മറ്റൊരു ജോലിക്കാരിയുടെ മകനെ 28-കാരി പീഡിപ്പിച്ചതായാണ് കേസ്. സംഭവത്തിൽ പോക്സോ നിയമപ്രകാരമാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പീഡനത്തിനിരയായ 17-കാരനെ കൗൺസിലിംഗിന് വിധേയനാക്കിയതായും കുട്ടിയുടെ ശാരീരിക മാനസിക നില തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചു. പ്രതിയും പീഡനത്തിനിരയായ 17-കാരനും കുടുംബവും ഒരേ കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത്. മാസങ്ങളായി തുടർന്നിരുന്ന ലൈംഗിക ചൂഷണം അടുത്തിടെയാണ് പുറത്തറിഞ്ഞത്. സംഭവത്തെക്കുറിച്ച് സൂചന ലഭിച്ചതിനെ തുടർന്ന് ആൺകുട്ടിയുടെ അമ്മ ചോദിച്ചെങ്കിലും അങ്ങനെയൊന്നുമില്ലെന്നും ഒരു സഹോദരനെ പോലെയാണ് കുട്ടിയെ കാണുന്നതെന്നുമായിരുന്നു പ്രതിയുടെ മറുപടി. പിന്നീട് കുട്ടി മാതാപിതാക്കളുടെ വിവരം വെളിപ്പെടുത്തുകയായിരുന്നു. 17-കാരന്റെ അമ്മയുടെ പരാതിയിലാണ് ജൂബിലി ഹിൽസ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 ഹൈദരാബാദ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വൻ കവർച്ച. വീട്ടുകാർ കുടുംബസമേതം വിദേശത്തേക്ക് പോയ സമയത്ത് വീട് കുത്തി തുറന്ന് 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ചു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കുടുംബത്തിന്റെ യാത്രയെക്കുറിച്ച് അറിയാവുന്നവരാണ് ഈ മോഷണത്തിന് പിന്നിലെന്നാണ് സംശയം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും വൻ കവർച്ച നടന്നത്. വാതിൽ കുത്തിത്തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. മഞ്ചേശ്വരം ചർച്ച് ബീച്ച് റോഡിലെ നവീൻ മോന്താരയുടെ വീട്ടിലാണ് കവർച്ച. ഇവരുടെ കുടുംബം ഏപ്രിൽ 21-ന് വിസിറ്റിംഗ് വിസയിൽ വിദേശത്തേക്ക് പോയതായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. 21ಕ್ಕೆ ದುಬೈ ಟೂರಿಗೆ ಹೋಗಿದ್ದು. ಅಂದರೆ ಒಂದು 10-12 ಡೇಸಿದ್ದು ಪ್ಯಾಕೇಜ್ ಮಾಡಿ ಹೋದದ್ದು. ನಾವು ಮನೆ ಫ್ಯಾಮಿಲಿ ಹೋದದ್ದು, ನಾನು ನನ್ನ ಗಂಡ ಮತ್ತು 2 ಮಕ್ಕಳು ಹೋಗಿ ಅಲ್ಲಿನ ಎಂಜಾಯ್ ಮಾಡ್ತಾ ಇದ್ವಿ. ಆಮೇಲೆ ನಿನ್ನೆ ಅಂದರೆ ಶನಿವಾರ ನಿನ್ನೆ ಸಂಜೆ ನಮಗೆ ಫ್ಲೈಟ್ ಇತ್ತು ಬೆಳಿಗ್ಗೆ. ಹಾಗೆ ಒಂದು 5 ಗಂಟೆಗೆ ನಾವು ಬಜ್ಪೆ ಏರ್ಪೋರ್ಟ್ಗೆ ರೀಚ್ ಆಗಿದ್ದೆವು. ಅಲ್ಲಿಂದ ಸೀದಾ ನಾವು ಮನೆಗೆ ಬಂದದ್ದು. ಮನೆಗೆ ಬಂದು ಬಾಗಿಲು ಕೀ ನನ್ನ ಕೈಲೇ ಇತ್ತು ಮನೆಯದು. ഇരുനില വീടിന്റെ പിൻവശത്തെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കിടപ്പുമുറിയിലെ അലമാരിയിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത്. നവീൻ മോന്താരയുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിന് അകത്തും പുറത്തുമായി സ്ഥാപിച്ച CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഇത് പള്ളിപ്പെരുന്നാളുകളുടെയും ക്ഷേത്ര ഉത്സവങ്ങളുടെയും കാലമാണ്. കാണിക്കവഞ്ചികൾ നിറയുന്നതും അത് കാത്ത് മോഷ്ടാക്കൾ ഉറക്കമളച്ചിരിക്കുന്നതും സ്വാഭാവികം. ആളൊഴിയുന്ന തക്കത്തിന് വഞ്ചിപ്പെട്ടികൾ കുത്തിത്തുറന്ന് പണം അപഹരിച്ചേക്കാം. കൊട്ടാരക്കര സിറോ മലബാർ കത്തോലിക്ക ദേവാലയത്തിൽ പള്ളിപ്പെരുന്നാൾ നടക്കുന്നതിനിടയിലാണ് കുരിശടിയിലെ കാണിക്കവഞ്ചി കുത്തിത്തുറന്ന് പണം അപഹരിച്ചത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതിക്കായി കൊട്ടാരക്കര പോലീസ് അന്വേഷണം തുടങ്ങി. കൊട്ടാരക്കരയിലെ സീറോ മലബാർ കത്തോലിക്ക ദേവാലയത്തിലാണ് നമ്മളുള്ളത്. ദേവാലയത്തിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശടിയിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. കുരിശടിയിൽ വെച്ചിരുന്ന കാണിക്ക വഞ്ചി കുത്തിപ്പൊളിക്കുകയും
വഞ്ചിയിൽ ഉണ്ടായിരുന്ന എല്ലാ പണവും മോഷ്ടാവ് അപഹരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് രാവിലെ എത്തിയ വിശ്വാസികളാണ് മോഷണ വിവരം അറിയുന്നത്. ഉടൻ തന്നെ പള്ളി അധികൃതരെ അറിയിക്കുകയായിരുന്നു. അവർ എത്തി നോക്കിയപ്പോൾ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഒരു CCTV സ്ഥാപിച്ചതായി അറിയുന്നതും അങ്ങനെ അതിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കൃത്യമായി മോഷ്ടാവിനെ കുറിച്ച് പോലീസിന് വിവരങ്ങൾ ലഭ്യമായത്. ഒരു മോഷ്ടാവ് ഇവിടെ എത്തുകയും ഇത് വഞ്ചിപ്പെട്ടി പൊളിക്കുകയും ഇവിടെ നിന്നും പണം അപഹരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഈ ദേവാലയത്തിൽ പെരുന്നാൾ നടന്നു വരികയാണ്. അപ്പോൾ ഒരുപാട് വിശ്വാസികളോട് വരികയും കുരിശടിയിൽ പ്രാർത്ഥിക്കുകയും കാണിക്ക വഞ്ചിയിൽ കാണിക്കയിട്ട് മടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണിക്ക വഞ്ചിയിൽ ഉണ്ടായിരുന്ന എല്ലാ പണവും ഇപ്പോൾ മോഷ്ടാവ് അപഹരിച്ചു പോയൊരു സാഹചര്യമാണ് ഉള്ളത്. എത്ര രൂപയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി ഒരു വിവരം ഇല്ല. പക്ഷേ എന്നാലും നല്ല രീതിയിൽ ഇതിൽ തുകയുണ്ടായിരുന്നു എന്നാണ് ഈ അധികൃതർ തന്നെ പറയുന്നത്. എന്നാലും കൃത്യമായി ഒരു അന്വേഷണം നടത്തി മോഷ്ടാവിനെ കണ്ടെത്തണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും പള്ളി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. എത്ര കിട്ടിയാലും പഠിക്കാത്ത മലയാളിക്ക് കഴിഞ്ഞ വർഷം മാത്രം ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പിലൂടെ നഷ്ടമായത് 764 കോടി രൂപയാണ്. 2024 ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് 41,433 കേസുകൾ. നഷ്ടമായ പണത്തിൽ 109 കോടി രൂപ തിരികെ പിടിച്ചു. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വ്യാമോഹത്താലാണ് പലരും ഇത്തരത്തിൽ കുഴിയിൽ ചെന്ന് ചാടുന്നത്. ആട്, തേക്ക്, മാഞ്ചിയം മുതൽ ഹിമാലയ, എവറസ്റ്റ് ചിട്ടിഫണ്ട് തട്ടിപ്പ് വരെ, പിന്നീട് ടോട്ടൽ ഫോർ യുവിലേക്കും അവിടെ നിന്നിങ്ങോട്ട് പാതിവില സ്കൂട്ടർ തട്ടിപ്പ് വരെയുള്ളവയ്ക്ക് തലവെച്ചു കൊടുത്ത മലയാളി ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും പഠിച്ചോ എന്ന് ചോദിച്ചാൽ നഹി എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഓൺലൈൻ തട്ടിപ്പിന്റെ പേരിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് 42,000-ലധികം കേസുകൾ. ഡോക്ടർമാർ, ടെക്കികൾ, അഭിഭാഷകർ, വൻകിട ബിസിനസ്സുകാർ തുടങ്ങി സർവ്വമേഖലയിൽപ്പെട്ടവരും തട്ടിപ്പിന് ഇരയായവരുടെ കൂട്ടത്തിലുണ്ട്. 10 വർഷം മുമ്പ് 100-ൽ താഴെ കേസുകൾ രജിസ്റ്റർ ചെയ്ത സ്ഥാനത്താണ് ഇപ്പോഴത്തെ വൻ വർധന. സംസ്ഥാന പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസിന്റെ ഇടപെടൽ ഒരു പരിധിവരെ തട്ടിപ്പ് തടയുന്നുണ്ട്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വർഷത്തിനിടെ 12,624 ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു. 39,405 EMEI നമ്പറുകളും റദ്ദാക്കി. ബിനാമി അക്കൗണ്ടുകളിലൂടെ കോടികൾ ഒഴുക്കിയ 36,451 മ്യൂൾ അക്കൗണ്ടുകളും മരവിപ്പിച്ചു. 7,126 തട്ടിപ്പ് വെബ്സൈറ്റുകളും 436 വ്യാജ ലോൺ ആപ്പുകളും 6,543 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഈ കാലയളവിനുള്ളിൽ നിരോധിച്ചു. സാമ്പത്തിക തട്ടിപ്പ് തിരിച്ചറിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ പോലീസിനെ ബന്ധപ്പെട്ടാൽ പണം തിരികെ കിട്ടാൻ ഉള്ള സാധ്യത വളരെ വലുതാണ്. പണം തടഞ്ഞുവെക്കാൻ ബാങ്കുകൾ പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെ വീട്ടിലാക്കി മന്ത്രി കെ രാജന്റെ മൊഴി. പൂരം അലങ്കോലപ്പെട്ട സമയത്ത് ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയില്ല. പ്രശ്ന സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും മൊഴിയിലുണ്ട്. DGPയുടെ സംഘം അടുത്തയാഴ്ച MR അജിത് കുമാറിന്റെയും മൊഴിയെടുക്കും. DGP ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിനാണ് പൂരം നടത്തിപ്പിന്റെ മുഖ്യ ചുമതലയുണ്ടായിരുന്ന മന്ത്രി കെ രാജൻ മൊഴി നൽകിയത്. പൂര ദിവസം രാവിലെ മുതൽ അജിത് കുമാർ തൃശൂരിലുണ്ടായിരുന്നു. പലതവണ ഫോണിലും നേരിട്ടും സംസാരിച്ചു. തെക്കോട്ടിറക്ക സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് മോശം ഇടപെടലുണ്ടായി. പിന്നീട് അജിത് കുമാറിനെ കണ്ടപ്പോൾ രാത്രി എഴുന്നള്ളിപ്പ് സമയത്ത് പ്രശ്ന സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പും അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശവും നൽകി. എന്നാൽ ചുമതല ഉണ്ടായിരുന്ന ADGP ആയിട്ടും ചെയ്തില്ല. പൂരം തടസ്സപ്പെട്ട സമയത്ത് പലതവണ തുടരെ വിളിച്ചിട്ടും കിട്ടിയില്ല. ഔദ്യോഗിക നമ്പറിന് പുറമെ സ്വകാര്യ നമ്പറിൽ വിളിച്ചപ്പോഴും എടുത്തില്ലെന്നും മന്ത്രിയുടെ മൊഴിയിലുണ്ട്. മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് മൊഴി നൽകിയതെന്നും മറ്റൊരു പൂരകാലത്ത് മൊഴി ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നുമായിരുന്നു മന്ത്രി കെ രാജന്റെ പ്രതികരണം. ഒരു പുതിയ കാര്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ പോകേണ്ടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം,
തൃശ്ശൂരിൽ ഇത്തവണത്തെ പൂരത്തെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. പൂരവുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണം കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും ആ പൂരത്തിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള ആളുകളോടുള്ള അഭിപ്രായം ചോദിച്ചു. മാധ്യമങ്ങളുടെ മുമ്പാകെ വളരെ പരസ്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മൊഴിയിലും കൊടുത്തത്. അതിപ്പോ വിവാദമാക്കേണ്ട ഒരു പ്രശ്നവും സാധാരണ നിലയിലില്ല. അന്വേഷിക്കാൻ തീരുമാനിക്കുന്ന ഏജൻസി സാധാരണ എല്ലാവരോടും മൊഴിയെടുക്കും. അതിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ എന്റെയും മൊഴിയെടുത്തു. പറയാനുള്ള എല്ലാ കാര്യങ്ങളോടും മാധ്യമങ്ങളോട് നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിന്റെ അന്വേഷണം നടക്കുകയാണ്. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ മൊഴി അവർ പരിശോധിക്കും. ആ മൊഴി ഈ പൂരത്തിന്റെ ദിവസം അവതരിപ്പിക്കേണ്ട ഒരു പ്രശ്നവുമില്ല. തൃശൂരിലുണ്ടായിട്ടും പൂരം തടസ്സപ്പെട്ടപ്പോൾ ADGP ഇടപെട്ടില്ലെന്നും അത് ഗുരുതര വീഴ്ചയാണെന്നുമായിരുന്നു DGPയുടെ ആദ്യ റിപ്പോർട്ട്. അത് ശരിവെക്കുന്നതാണ് മന്ത്രിയുടെ മൊഴി. അതിനാൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് അജിത് കുമാറിനെതിരാകാനുള്ള സാധ്യതയേറി. മന്ത്രിയുടെ കുറ്റപ്പെടുത്തലിന് അജിത് കുമാറിന്റെ വിശദീകരണം എന്താണെന്നാണ് ഇനി അറിയേണ്ടത്. അടുത്ത ആഴ്ച തന്നെ നോട്ടീസ് നൽകി അജിത് കുമാറിന്റെ മൊഴിയെടുക്കും. അതോടെ അന്വേഷണം പൂർത്തിയാക്കി DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ വീണ്ടും ആരോപണവുമായി സാന്ദ്ര തോമസ്. മലയാള സിനിമ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരന്റെ ഗൂഢനീക്കത്തിന് ലിസ്റ്റിൻ കൂട്ടുനിൽക്കുന്നുവെന്നാണ് ആരോപണം. ലിസ്റ്റിന്റെ ഭീഷണി പ്രസംഗവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നതും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സാന്ദ്ര ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നു. മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന ലിസ്റ്റിൻ സ്റ്റീഫന്റെ ആരോപണം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. പിന്നാലെ ലിസ്റ്റിനെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവുമായി സാന്ദ്ര തോമസ് രംഗത്തെത്തിയതോടെ വിഷയം കൂടുതൽ കടുത്തു. പിന്നാലെ ഗുരുതര ആരോപണമുയർത്തി വീണ്ടും സാന്ദ്ര തോമസിന്റെ FB പോസ്റ്റ്. മലയാള സിനിമ കൈപ്പിടിയിലൊതുക്കാനുള്ള വട്ടിപ്പലിശക്കാരന്റെ ഗൂഢനീക്കത്തിന് കൂട്ടുനിൽക്കരുത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഫിലിം ചേംബറിന്റെ ഭാരവാഹിയാകാനുള്ള അണിയറ നീക്കങ്ങളും ലിസ്റ്റിൻ നടത്തുന്നുണ്ടെന്നും സാന്ദ്ര തോമസ് പറയുന്നു. ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒരൊറ്റുകാരന്റെ കൊതിയും കിതപ്പും കാണാനുണ്ടെന്നും അതിനുവേണ്ടി സ്വീകരിക്കുന്ന തെറ്റായ മാർഗങ്ങൾ സിനിമയ്ക്കും നാടിനും ഒട്ടും നല്ലതല്ലെന്നും സാന്ദ്ര വ്യക്തമാക്കി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടുത്ത കാലത്ത് സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നതും ഇത്തരമൊരു തന്ത്രത്തിന്റെ ഭാഗമാണെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം സിനിമാ പ്രമോഷനിടെ ലിസ്റ്റിൻ നടത്തിയ ഭീഷണി പ്രസംഗവും ഗൂഢാലോചനയാണെന്നും പോസ്റ്റിൽ പറയുന്നു. അതേസമയം സാന്ദ്ര തോമസ് ഉന്നയിച്ച വിഷയം വളരെ ഗൗരവമുള്ളതെന്ന് സംവിധായകൻ വിനയൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. അത് സിനിമാ സംഘടനകൾ ചർച്ച ചെയ്യണം എന്ന് മാത്രമല്ല, എനിക്കതിനകത്ത് എൻ്റെ ഒരു മനസ്സിൽ പലപ്പോഴും തോന്നിയിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി സാന്ദ്ര അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം വഞ്ചനയുടെയും ചതിയുടെയും ഒരു കുഴിയാണെന്നും ബോധ്യപ്പെടുത്തി ഇതിനകത്ത് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ കൂടി ഇല്ലാതാക്കി എന്നുള്ള ഒരവസ്ഥ, അത് ചില ലോബികളുടെ കയ്യിലോട്ട് സിനിമ കൊണ്ടുചെല്ലാനാണോ എന്നാണ് സാന്ദ്ര ചോദിച്ചിരിക്കുന്നത്. അത് ചർച്ച ചെയ്യപ്പെടണം. വൻ തുക വാങ്ങി പലിശക്കാരുടെ ഏജന്റായാണ് ലിസ്റ്റിനും പണം മുടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. അതേസമയം എല്ലാം അറിഞ്ഞിട്ടും സിനിമാ സംഘടനയുടെ നേതൃസ്ഥാനങ്ങളിലിരിക്കുന്നവർ കുറ്റകരമായ മൗനമാണ് പാലിക്കുന്നതെന്നാണ് സാന്ദ്രയുടെ ആരോപണം. നിലവിലെ പ്രതികരണങ്ങളോട് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. പ്രമുഖ നടനെതിരെയുള്ള ലിസ്റ്റിന്റെ ഭീഷണി പ്രസംഗത്തിൽ താരങ്ങളുടെ സംഘടനയും മൗനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. എസ്റ്റേറ്റ് ഉടമ കണ്ണൂരിലെ പ്രദീപ് കൊയ്ലിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കർണാടക സ്വദേശികളായ 5 പേരെ കർണാടക ഗോണിക്കുപ്പ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടകിലെ ഗോണിക്കുപ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏപ്രിൽ 23-നാണ് പ്രദീപിനെ കഴുത്തിൽ കയർമുറുക്കി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. NS അനിൽ, ദീപക് എന്ന ദീപു, സ്റ്റീഫൻ ഡിസൂസ, HM കാർത്തിക്, TS ഹരീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച 2 ബൈക്ക്, 13 ലക്ഷം രൂപ, കൊല്ലപ്പെട്ട പ്രദീപിന്റേതടക്കം 3 മൊബൈൽ ഫോണുകൾ, പ്രദീപിന്റെ സ്വത്തുക്കളുടെ രേഖകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. പെട്ടെന്ന് പണവും സ്വത്തും സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.